നമസ്കാരം. ഇന്ന് തൊട്ട് ഇൻഡോർ ഗാർഡനിങ് സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളത്തിൽ ചെടി വളർത്തുന്നത്. വെള്ളത്തിൽ ചെടി വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും ഉണ്ട്. അതായത് പോട്ടിംഗ് മീഡിയം റെഡിയാക്കണ്ട, നനയ്ക്കേണ്ട കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് വെള്ളത്തിൽ വളർത്താനും സാധിക്കും. ഫിലോഡെൻഡ്രോൺ, ക്രോട്ടൺസ്, സിങ്കോണിയം, പോത്തോസ്, ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. സാധാരണ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുക? ചെടി നടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ചെടി കട്ട് ചെയ്ത് വയ്ക്കുക, അല്ലേ? അപ്പോൾ സാധാരണ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. പക്ഷേ ചില ചെടികൾ വെള്ളത്തിൽ വളർത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഡ്രസീന, ഫിലോഡെൻഡ്രോൺ, സിങ്കോണിയം, ഇതെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ വളർച്ച മുരടിച്ചോ അല്ലെങ്കിൽ മഞ്ഞപ്പ് ബാധിച്ചോ ഒക്കെ കാണാറുണ്ട്. എന്നാൽ ഇതേ ചെടികൾ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ അധികം പരിചരണമൊന്നും കൂടാതെ തന്നെ നല്ല ഹെൽത്തിയായി, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതും കാണാം. അപ്പോൾ മണ്ണിൽ നട്ട അതേപോലെ വെള്ളത്തിലും ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അതെന്താണെന്ന് വെച്ചാൽ, ചെടി നടാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സാണ് എടുക്കണേ. അതിൽ ആദ്യം കുറച്ച് പെബിൾസ് ഇടുക. മിനിമം ഒരു ഭാഗമെങ്കിലും പെബിൾസ് ഇടണം. എത്ര കൂടുതൽ ഇടുന്നു അത്രയും നല്ലത്. എന്നിട്ട് ചെടി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ പെബിൾസ് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെടികളിൽ വേരിൻ്റെ വളർച്ച കൂടും. അതായത് വേരിൻ്റെ എണ്ണം കൂടും. ഒരു ചെടി മണ്ണിൽ നടുമ്പോൾ എന്ത് എഫക്റ്റാണോ ഉണ്ടാകുന്നത്, അത് തന്നെയാണ് ഈ പെബിൾസ് ഇട്ടിട്ട് നമ്മൾ ചെടി വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിലും ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരുപാട് നാൾ നിലനിൽക്കും. ഇപ്പോൾ ഈ കാണുന്ന പോത്തോസ് ഞങ്ങൾ വെള്ളത്തിലാണ് വളർത്തുന്നത്. കണ്ടോ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് വളരുന്നത്. ഏകദേശം 2 വർഷമായിട്ട് വളർത്തുന്ന ചെടിയാണിത്. ഇതിൻ്റെ വേരുകൾ നമുക്ക് നോക്കാം. കണ്ടോ, ഒരുപാട് വേരുണ്ട്. കല്യാണം ഇട്ടതിന് ശേഷമാണ് ഇതേപോലെ വേര് വളരാനും ചെടി നല്ല ഹെൽത്തി ആവാനൊക്കെ തുടങ്ങിയത്. അതിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഒരു മഞ്ഞച്ചോ അല്ലെങ്കിൽ ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ലുക്കായിരുന്നു. അപ്പോൾ നമുക്ക് പെബിൾസ് തന്നെ വേണമെന്നില്ല. നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടുന്ന കല്ലുകളോ അല്ലെങ്കിൽ ബേബി മെറ്റലോ എന്ത് വേണമെങ്കിലും ഇടാം. പെബിൾസ് ആകുമ്പോൾ നമ്മൾ ഇൻഡോർ വയ്ക്കുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ചെടി വെള്ളത്തിൽ വയ്ക്കുമ്പോൾ കല്ലുകളിടാൻ മറക്കരുത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.